ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് വെബ് ഓഫ് സയൻസ് കോർ കളക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ജേർണൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഒരു റിസർച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് നമുക്ക് ഒരു ജേർണലിനകത്ത് പബ്ലിഷ് ചെയ്യണം. അത് വെബ് ഓഫ് സയൻസ് കോർ കളക്ഷനകത്ത് നമുക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ജേർണലാണ് നമുക്ക് സെലക്ട് ചെയ്യണം. ഇപ്പം നമ്മളൊരു ജേർണൽ കണ്ടുപിടിച്ചു, അത് വെബ് ഓഫ് സയൻസ് കോർ കളക്ഷനകത്ത് ഉള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈറ്റ് പ്രയോജനപ്പെടുത്താം. ഇതാണ് വെബ് ഓഫ് സയൻസ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള മാസ്റ്റർ ജേർണൽ ലിസ്റ്റ്. ഇതിനകത്ത് വെബ് ഓഫ് സയൻസ് കോർ കളക്ഷനകത്തുള്ള എല്ലാ ജേർണൽസിൻ്റെ ഇൻഫർമേഷനും ഈ ഒരു സൈറ്റിനകത്ത് ലഭ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സ്പേർട്ട് സിസ്റ്റം എന്നുള്ളൊരു ജേർണൽ കണ്ടുപിടിച്ചു. അത് വെബ് ഓഫ് സയൻസ് കോർ കളക്ഷനിലുള്ളതാണോ എന്ന് എനിക്കറിയണം. അപ്പോൾ ഞാനിവിടെ സെർച്ച് ജേർണൽസ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എക്സ്പേർട്ട് സിസ്റ്റം എക്സാക്റ്റ് മാച്ച് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പേർട്ട് സിസ്റ്റം അത് വൈലിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് SCI, അതായത് സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് എക്സ്പാൻഡഡ് ആണ് അതിൻ്റെ മെട്രിക്ക് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വെബ് ഓഫ് സയൻസ് കോർ കളക്ഷനകത്ത് ഈ ഒരു 4 ഇൻഡെക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് SCI മാത്രമുള്ളത്, SCI ഉള്ളത് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് SCI ഇൻഡെക്സിങ് വരുന്നതാണ്. അതുപോലെ തന്നെ അതർ പോസിബിൾ മാച്ചസ് എക്സ്പേർട്ട് സിസ്റ്റം വിത്ത് ആപ്ലിക്കേഷൻസ്, അതും SCI ആണ്. ഇതും എൽസീവിയർ ആണ് പബ്ലിഷർ. അതേപോലെ ACM ട്രാൻസാക്ഷൻ ഓട്ടോണോമസ് അഡാപ്റ്റീവ് സിസ്റ്റം. അങ്ങനെ ഒരുപാട്, അതായത് എക്സാക്റ്റ് മാച്ച് അല്ല, പക്ഷേ അതേ ഒരു സിമിലർ മാച്ചുള്ള കുറച്ച് ജേർണൽസും കൂടി ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ജേർണൽ നമ്മുടെ വെബ് ഓഫ് സയൻസ് കോർ കളക്ഷനകത്ത് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വ്യൂ പ്രൊഫൈൽ പേജ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജേർണലിനെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി ഇൻഫർമേഷൻസ് ഈ ഒരു പേജിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ നിന്നും നമുക്ക് SCI ഈ ഒരു കാറ്റഗറിനകത്തുള്ള ജേർണൽസ്, സിമിലർ ജേർണൽസ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സിമിലർ ആയിട്ടുള്ള, അതായത് എക്സ്പേർട്ട് സിസ്റ്റമായിട്ട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ SCI ഇൻഡെക്സിങ് ഫാക്ടറുള്ള ഈ ഒരു കാറ്റഗറിനകത്തുള്ള കുറച്ചും കൂടി ജേർണൽസ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻസും നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്.